കറുപ്പ് എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നടന്നു, സിനിമ റിലീസായി. അതിനുശേഷം സൂര്യ ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ஒரு சீன்ல வந்து நின்னார்னா அவரை யாரையும் ஜெயிக்கவே முடியாது, அவர் அடிச்சுக்கவே முடியாது. He had abundance of energy. പഞ്ചാബി ഹൗസ്, മേലെ പറമ്പിൽ ആൺവീട്, അതുപോലെ തന്നെ അനിയമ്പാവ ചേട്ടമ്പാവ, ആദ്യത്തെ കൺമണി, അങ്ങനെ കണ്ട് ഒരു 2004 എത്തിയപ്പോൾ ഒരു സിനിമ വന്നായിരുന്നു, കഥാവശേഷം എന്ന് പറഞ്ഞിട്ട് ദിലീപ് അഭിനയിച്ച. നമ്മുടെ മുമ്പിൽ ഒരു തൊരപ്പൻ വാസു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം അതിലൊരു കോമഡി ചെയ്യുന്നൊരു കള്ളനായിട്ടല്ല. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളെയൊക്കെ അറിയുന്ന എല്ലാ സ്ട്രഗിളും ഫേസ് ചെയ്തിട്ടുള്ള അന്നന്ന് ജീവിക്കാൻ വേണ്ടി വക കണ്ടെത്തുന്ന ഒരു കള്ളൻ. ശരിക്കും ഒരു കരയിപ്പിക്കുന്ന കള്ളനായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് മലയാളത്തിന്റെ സ്വന്തം എന്ന് മാത്രം പറയാൻ പറ്റില്ല. അതെ, ആ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന നിഷ്കളങ്കനായിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ. നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തൊരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, വിജയുടെ ആയിരുന്നു അത്. അതിനുശേഷം വലിയ മാറ്റമാണ് വിജയുടെ ലൈഫിലുണ്ടായത്. ജനനായകനെ പറ്റിയാണ് നമ്മളന്ന് ഒരുമിച്ച് ഇതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് പോഡ്കാസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഇലക്ഷൻ വന്നു തമിഴ്നാട്ടില്. വിജയ് CM ആയി, ജനനായകൻ റിലീസും ആയില്ല. പക്ഷേ അതിലുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട് നമ്മൾ അന്ന് ആ ഒരു പോഡ്കാസ്റ്റ് പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും ജനനായകൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ടല്ല. വിജയ് തൻ്റെ ജീവിതത്തിലേക്ക് സിനിമ വന്നതും പോയതുമായിട്ടുള്ള കുറേ അപ്പ് ആൻഡ് ഡൗൺസ് കാര്യങ്ങളൊക്കെയായിരുന്നു. അതെ, അന്ന് നമ്മൾ വിജയിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എലക്ഷൻ്റെ ചൂടോ കാര്യങ്ങളോ ഒന്നും തമിഴ്നാട്ടിൽ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് എലക്ഷൻ വരുന്നു, എലക്ഷന് വിജയ് മത്സരിക്കുന്നു, വിജയ് CM ആകുന്നു. വിജയെ പോലുള്ളൊരു നടൻ, ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓപ്പൺ ഫ്ലോറിലാണ്, ഔട്ട്ഡോറാണ്. വിജയ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതുപോലെ തന്നെ വേറെ ലെവലിലേക്ക് വരുന്ന വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മലയാളത്തിൻ്റെ പറയാം ഉറപ്പായിട്ടും പറയാം. ഇനിയിപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ സ്വന്തം എന്ന് മാത്രം പറയാൻ പറ്റില്ല. ആ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഇന്ദ്രൻ സേട്ടൻ. ഇന്ദ്രധനുസ് തൻ്റെ കൈവിരലിൽ ഏറ്റ ഒരു സൂചി കൊത്തുകൊണ്ടുള്ള നോവാണ് അദ്ദേഹത്തിന് ആത്മകഥയ്ക്കുള്ള ഒരു പ്രേരണയായത്. വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ നിഷ്കളങ്കനായ ഇന്ദ്രൻ സേട്ടൻ എന്ന് നമ്മൾ വിളിക്കുന്ന, യഥാർത്ഥ പേര് ആർക്കും അറിയാത്ത K. സുരേന്ദ്രൻ എന്ന നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ. എന്താ അഭിപ്രായം? ഇന്ദ്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന നടനാണ്. എനിക്ക് തോന്നുന്നു 200-ലധികം സിനിമകൾ ഇപ്പോൾ അഭിനയിച്ചിട്ടുണ്ടാവും. 45 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കോമഡി ക്യാരക്ടേഴ്സ് ആണല്ലോ അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് ആ ബോധമില്ലാത്ത പ്രായത്തിൽ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് നമ്മൾ കുറേ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ ആ ഒരു വളർച്ച, ഇന്നിപ്പോൾ ചിന്ന ആസൈ, കറുപ്പ് കഴിഞ്ഞ് ചിന്ന ആസയിലോട്ട് എത്തി നിൽക്കുന്ന ഒരു വളർച്ചയിലെത്തുമ്പോൾ സത്യം പറഞ്ഞ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഭയങ്കര അഭിമാനമാണ് അദ്ദേഹം. നേരത്തെ പറഞ്ഞ പോലെ 45 വർഷം, ഈവൻ നമ്മുടെ മമ്മൂക്കയായാലും ലാലേട്ടനായാലും ഈ ഒരു 45-50 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്നൊരു നടൻ ഇന്ദ്രൻ സേട്ടനാണോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയും അതെ എന്ന് പറയും. കാരണം നമ്മുടെ വളരെ ചെറിയൊരു ഇൻഡസ്ട്രി ആയിട്ടുള്ള മലയാളത്തിൽ എണ്ണം പറഞ്ഞ നടന്മാർ നമുക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് പടർന്ന് പന്തലിച്ച് വലിയ വലിയ നടന്മാരിലേക്ക് എത്തുമ്പോഴും ഇത്രയും നിഷ്കളങ്കതയോടുകൂടി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കറുപ്പ് എന്ന് പറയുന്നൊരു സിനിമയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നടന്നു, സിനിമ റിലീസായി. അതിനുശേഷം സൂര്യ ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അഭിമാനിക്കാം ഇന്ദ്രൻ സേട്ടനെ കുറിച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു മനുഷ്യൻ്റെ വളർച്ച, ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു, ഒരു തുന്നൽക്കാരനിൽ നിന്ന് നാടകത്തിലേക്ക് വന്ന് ആ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വരികയാണ്. ഈ ഇന്ദ്രൻസ് എന്ന് പേര് വരാനുള്ളൊരു കാരണമുണ്ട്. അദ്ദേഹം ആദ്യം ഒരു തുന്നൽക്കാരനായിരുന്ന സമയത്ത്, ഈ തുന്നൽക്കട തുടങ്ങുന്ന സമയം അദ്ദേഹം അതിന് പേരിട്ടത് ഇന്ദ്രൻസ് എന്നായിരുന്നു. ശരി. ഒരു തിയേറ്റർ നാമത്തിന് വേണ്ടിയിട്ടാണ് ആ ഇന്ദ്രൻസ് എന്നുള്ള പേര് കൊടുത്തത്. അദ്ദേഹം ഒരിക്കലും ഹീറോ ആയിട്ടല്ല ഈ ഇൻഡസ്ട്രിയിൽ വന്നത്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നമ്മുടെ ഡയറക്ടേഴ്സ് എല്ലാവരും, ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ യങ് ഫിലിം മേക്കേഴ്സ് എല്ലാവരും തന്നെ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മലയാള ഇൻഡസ്ട്രിയിൽ കഥകൾക്ക് പ്രാധാന്യമുണ്ട്, പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അവിടെ ഇന്ദ്രൻസ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അദ്ദേഹം ഇങ്ങനെ സ്വയം മിനുക്കി ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ തന്നെ കഴിവിനെ മിനുക്കി എത്തിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളും ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതാണെങ്കിലും അതിനൊരു എന്താ പറയുക, മലയാളത്തിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ
പൊൻതൂവൽ എന്നൊക്കെ പറയാവുന്ന വർക്കുകളാണ് ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത അദ്ദേഹത്തിന്റെ കാലത്തായിട്ട് ഭാഗത്തുനിന്ന്. വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തമിഴില് കറുപ്പ് റിലീസായി, അതിനുശേഷം ഇനി ധനുഷിന്റെ കൂടെ ഒരു പ്രൊജക്ട് വരുന്നു. മമ്മൂക്ക അതിനകത്തൊരു ലീഡിങ് റോള് ചെയ്യുന്നുണ്ട്. ഓ നേരത്തെ പറഞ്ഞ പോലെ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ലോകം ആകർഷിക്കുന്ന ഒരു ഇൻഡസ്ട്രി അതെ ആണെന്ന് അതെ. പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കുകയുണ്ടായി, ഒരു പാകിസ്ഥാനി നടി എനിക്ക് മലയാളത്തിൽ സിനിമകൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം വേറെ എവിടെയുമില്ല ഇത്രയും നല്ല കഥയും കഥാപാത്രങ്ങളുമായിട്ടുള്ള സിനിമകൾ ജനിക്കുന്നത് എന്ന് പറയുന്നത്. ഒരു പാകിസ്ഥാനി നടിയാണ്. അത്തരം ആളുകൾ ശ്രദ്ധിക്കുന്ന മലയാളം സിനിമ ഇൻഡസ്ട്രിയിലുള്ള വളരെ ചെറിയ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു പൊൻതൂവൽ തന്നെയാണ് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ ഇന്ദ്രൻസ്. എന്ന് ഇപ്പം പറയുന്നത്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്ന പടങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബി ഹൗസ്, മേലെ പറമ്പിൽ ആൺവീട്, അതുപോലെ തന്നെ അനിയമ്പാവ ചേട്ടമ്പാവ, ആദ്യത്തെ കൺമണി, അങ്ങനെ അങ്ങനെ കണ്ട് കണ്ട് ഒരു 2004 എത്തിയപ്പോൾ ഒരു സിനിമ വന്നായിരുന്നു, കഥാവശേഷം എന്ന് പറഞ്ഞിട്ട് ദിലീപ് അഭിനയിച്ച. നമ്മൾ അതിലൊരു തൊരപ്പൻ വാസു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. പക്ഷേ അദ്ദേഹം അതിലൊരു കോമഡി ചെയ്യുന്നൊരു കള്ളനായിട്ടല്ല. ഇത് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളെയൊക്കെ അറിയുന്ന എല്ലാ സ്ട്രഗിളും ഫേസ് ചെയ്തിട്ടുള്ള അന്നന്ന് ജീവിക്കാൻ വേണ്ടി വക കണ്ടെത്തുന്ന ഒരു കള്ളൻ, ശരിക്കും ഒരു കരയിപ്പിക്കുന്ന കള്ളനായിരുന്നു. എനിക്ക് തോന്നിയത് അതുവരെയുള്ള ഒരു ജേണിന്ന് അദ്ദേഹം പെട്ടെന്ന് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് ഒരു സീരിയസ് ക്യാരക്ടർ അഭിനയിച്ചു. ഉദാഹരണം പറയാം, അദ്ദേഹത്തിൻ്റെ 1-2 സിനിമകൾ എടുത്ത് പറയാനുള്ളത്. ഒന്ന് നമുക്ക് ഉടൽ. അത് അതെ. അത്ര കണ്ടങ്ങ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള പക്ഷെ സിനിമകളൊന്നും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഗംഭീരമാണ്. അപാരമാണ്. അതിന് നമുക്കൊരു കമ്പാരിസൺ വേണമെങ്കിൽ ഹോളിവുഡിലെ ഡോൺ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിലൊരു റോബറി നടക്കുന്നതാണ്. ഇത് പക്ഷേ ത്രെഡ് വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്ദ്രൻ സേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ വേഷം നമ്മൾ ആ സിനിമ കാണുമ്പോൾ ഈ സിനിമ കൃത്യമായിട്ട് നമ്മൾ ഓർത്തു പോകും. അത് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഴിവുകൊണ്ട് മാത്രമാണ്. ഉടൽ പോലെ തന്നെ മറ്റൊരു പടം അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് തോന്നുന്നു നാഷണൽ അവാർഡിലൊരു ജൂറി പരാമർശം പരാമർശിച്ചിട്ടുള്ള ഒരു വന്നുള്ള ഒരു സിനിമയാണ്. സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമ ഹോമിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. കാര്യം ഇദ്ദേഹം ഈ അടുത്തിടെയാണ് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട് അതെ, അത് അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു ഇന്റർവ്യൂ. ചർച്ചയാണ് അദ്ദേഹത്തിന്റെ സ്മാർട്ട് ഫോൺ. അത് വാങ്ങിക്കാനുള്ള കാരണം മമ്മൂക്കയാണെന്ന് പറയുന്നു. മമ്മൂക്ക ഒരു ദിവസം ഇദ്ദേഹത്തിനെ വിളിക്കുകയാണ്. അപ്പം ഫോൺ എടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ്. അപ്പോൾ ആൾ പറയാണ്, ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും മകൻ്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അവനാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നതും മെസ്സേജ് അയക്കുന്നതെല്ലാം മകനാണ്. മമ്മൂക്ക ഇതുപോലെ ഒരു ദിവസം വിളിക്കുന്നു, ഫോൺ മകനെടുക്കുന്നു, ഇന്ദ്രൻസിന് കൊടുക്കാൻ പറയുന്നു. എടാ, എനിക്ക് നിന്നോട് എന്തെങ്കിലും രഹസ്യം പറയണമെങ്കിൽ അവനോട് പറയാൻ പറ്റുമോ? അതിനുശേഷമാണ് ഞാൻ ഫോൺ വാങ്ങിക്കുന്നതെന്നാണ് ഇന്ദ്രൻ സേട്ടൻ പറയുന്നത്. ഈവൻ ഇപ്പോൾ പോലും എനിക്ക് ആ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. 100% അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ അല്ലാത്ത കാര്യങ്ങളായിക്കോട്ടെ ആ ഒരു സ്മാർട്ട് ഫോൺ കൃത്യമായിട്ട് ഹോം സിനിമയിൽ കാണുന്ന പോലെ തന്നെ ഒലിവർ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഈ സമയത്ത് എനിക്ക് പറയാൻ തോന്നിയൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അദ്ദേഹം ഒന്നിനും മടിയില്ലാത്ത ഒരാൾ, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ തുല്യതാ പരീക്ഷ എഴുതി, 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി. അപ്പം അങ്ങനെ അത്രയും സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ആരോട് സാധാരണ പൊതുവേ ഒരു അതൊക്കെ പറയാൻ മടിക്കുന്ന ഒരു ആൾക്കാരാണ് സാധാരണക്കാർക്ക്. പക്ഷെ അദ്ദേഹം അതൊരു മടിയും കൂടാതെ അദ്ദേഹത്തിന് പഠിക്കണം അല്ലെങ്കിൽ അത് ആ ഒരു ഇത് നേടിയെടുക്കണം എന്നുള്ളൊരു സാധനമുണ്ട്. അത് എല്ലാ സാധാരണക്കാർക്കും ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു സിമ്പിൾ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഒരു, അത് നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്, ഒരു ഇൻസ്പിറേഷനാണ് പുള്ളിയുടെ ഒരു സിമ്പിൾ. വേണമെങ്കിൽ ഇത് മറച്ചു വയ്ക്കാം. കാര്യം ഇത്രയും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമായിട്ടുള്ള ഇത്രയും വലിയൊരു നടൻ എന്നുള്ളൊരു അഹംഭാവം എന്നുള്ളതൊന്നും അദ്ദേഹത്തിനില്ല. ഇപ്പോഴും ഒരു നിഷ്കളങ്കനായ ഒരു നടൻ. നമുക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഇദ്ദേഹം അഭിനയിക്കുന്നതാണോ എന്ന്. പക്ഷെ ഞാൻ പറയും ഒരിക്കലും അല്ല. ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നു. ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈവൻ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, ജയറാമേട്ടൻ, സുരേഷ് ഗോപി, ദിലീപേട്ടൻ, ആര് വേണമെങ്കിലും എടുത്തു വെച്ചാലും ഈ സിനിമയിൽ കാണുന്ന ഇന്ദ്രൻസ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന ആ സ്വഭാവമുള്ള നടൻ തന്നെയാണ്. വളരെ നിഷ്കളങ്കനായിട്ടുള്ള നടൻ തന്നെയാണ്. ഹാസ്യം ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കാം, എന്നിരുന്നാലും വളരെ നിഷ്കളങ്കനായിട്ടുള്ള ലോലഹൃദയനായിട്ടുള്ള ഒരു നടനാണ്. പക്ഷെ ലോലഹൃദയനാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഞെട്ടിപ്പോയൊരു സീനുണ്ട് അദ്ദേഹത്തിൻ്റെ. അത് 5ാം പാതിര സിനിമ. 5ാം പാതിര സിനിമയിൽ സിനിമ തുടങ്ങുമ്പോൾ തന്നെ, അതായത് സ്വന്തം ചെയ്ത കൊലപാതകം അത്ര ആസ്വദിച്ച് പറയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ അതിനു മുമ്പ് മലയാള സിനിമയിൽ അത്ര ആസ്വദിച്ചൊരു കൊലപാതകത്തെ ഇന്ദ്രൻ സേട്ടൻ്റെ വോയിസിലല്ലാതെ എനിക്ക് തോന്നുന്നു അത്ര മനോഹരമായിട്ടത് പറഞ്ഞിട്ടുള്ള വേറൊരാളുണ്ടാവുന്നില്ല. ആ സിനിമയുടെ ഒരു ഭീകരത ആ ഒരു ഫസ്റ്റ് സീനിൽ ഇന്ദ്രൻ സേട്ടൻ്റെ കയ്യിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു അതെ യുണീക്ക് വോയിസും ആളുടെ ഒരു ഡയലോഗ് ഡെലിവറിയും ഒക്കെ ഭയങ്കര യുണീക്കായിരുന്നു. ശരിക്കും പേടിപ്പിക്കുന്ന,
കഥയും അതിലത്തെ ത്രില്ലറൊക്കെ വേറെ ഭാഗങ്ങളാണെങ്കിലും ഇന്ദ്രൻസ് എന്ന കഥാപാത്രത്തിൻ്റെ ആ ഒരൊറ്റ സീൻ ശരിക്കും അതൊരു റിമാർക്കബിൾ ആയിട്ടൊന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു ശരിയാ. സാധനമായിട്ട്. കാര്യം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇദ്ദേഹത്തിനെയാണ് ഇതിനകത്ത് ഒരു ജയിലിൽ വന്ന് കുഞ്ചാക്കോ ബോബൻ വന്ന് കണ്ട് അതെ, അതിന്റെ കാര്യങ്ങൾ റിപ്പർ രവി ചോദിച്ചറിയുന്നത്. അതെ, അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കൊലപാതകിയാണ് അദ്ദേഹം. ആ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇദ്ദേഹമാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാര്യം നമ്മൾ അതുവരെ കണ്ടിരുന്ന ഇന്ദ്രൻസ് എന്ന് പറയുന്നത് വടിവേലു എന്ന് അങ്ങനെയുള്ള ക്യാരക്ടറൊക്കെ ചെയ്യുന്ന വളരെ ഹാസ്യരൂപേണ ഒരു മെയിൻ ക്യാരക്ടറിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ചിങ്കിടി പോലെ കൂടെ നടക്കുന്ന ഒരു നടൻ. അങ്ങനെയാണ് നമ്മൾ അന്ന് ഇപ്പം 40-45 വർഷത്തോളമായിട്ട് അദ്ദേഹം ചെയ്തു വന്നിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു 10 വർഷം പുറകിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ഹോം, അതുപോലെ ഉടൽ, പിന്നെ ഒരുപാട് സിനിമകളുണ്ട്. ആശാൻ എടുത്തു പറയേണ്ട സിനിമയാണ്. ഇതൊക്കെ പുറമെ തമിഴിലേക്ക് അദ്ദേഹം എൻട്രി ചെയ്തു എന്ന് പറയുന്നത് സൂര്യയുടെ കൂടെയാണ്. ഇനിയിപ്പോൾ ഇതാ വരാൻ പോകുന്നു ധനുഷിന്റെ കൂടെ. ഇതിനൊക്കെ പുറമെ ഇനി റിലീസാവാൻ പോവാണ് ചിന്ന ചിന്ന ആസൈ. എനിക്ക് തോന്നുന്നു ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ യങ് ആയിട്ടുള്ള ഫിലിം മേക്കർ ആയിട്ടുള്ള വർഷയുടെ പടമാണ്. അപ്പോൾ അതിലൊരു ഭാഷ ഏതാണെന്ന് സംവിധായക തന്നെ പറയുന്നില്ല. ഏത് ഭാഷയിലൂടെയും സിനിമയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കിക്കണ്ടാൽ തന്നെ നമുക്കറിയാം ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒട്ടും അൺഎക്സ്പെക്റ്റഡ് അല്ലാത്ത 2 കോമ്പിനേഷനാണ് ഇന്ദ്രൻസും മധുബാലയും. ഒപ്പം അവരുടെ ഒരു പെയറിങ്, അവരെങ്ങനെയാണ് ആ സിനിമയിലുടനീളം പോകുന്നത്. അപ്പം ഇന്ദ്രൻസിനെ ട്രെയിലറിലൂടെയൊക്കെ കാണുമ്പോൾ ചില ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ചില ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ ഇത് നമുക്ക് പ്രോമിസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. എല്ലാവരും അത് കാണണം. ഈ ഇടയ്ക്ക് നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ അങ്ങനെയുള്ളൊരു ഫീൽ ഗുഡ് മൂവി മിസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ദ്രൻസിൻ്റെ ഈ ഒരു പ്രതീക്ഷിക്കുന്ന ഈ ഒരു ചിന്ന ചിന്ന ആസൈ ഏറ്റവും ആസയോടുകൂടി തന്നെ നമുക്ക് എല്ലാവർക്കും കാണാം. അദ്ദേഹത്തിൻ്റെ നടനും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ വർക്കുകളും ഏറ്റവും അഭിമാനത്തോടെ മലയാളികൾ എന്നും നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതെ, അപ്പോൾ നമുക്കത് എന്തായാലും ഒരു ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ ചിന്ന ചിന്ന ആസൈ നമുക്ക് എല്ലാവർക്കും കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെ ആയിരിക്കും, നമുക്കത് പ്രതീക്ഷിക്കാം.